ഹലോ, ഇന്ന് വൈകിട്ട് പരിപ്പ് വടയാട്ടോ ഉണ്ടാക്കുന്നത്. കടലപ്പരിപ്പ് ഒരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കാം. ശേഷം പരിപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയിൽ അരയ്ക്കാം. അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് വറ്റൽമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ കടലപ്പരിപ്പ് എടുക്കാൻ കാരണേ, എൻ്റെ ചേട്ടനെ ഞാൻ പരിപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു, കറിയിലൊക്കെ ഇടുന്ന. അപ്പോൾ ആൾ വാങ്ങി വന്നതാണിത്. പിന്നെ വേറെ നിവർത്തിയില്ല, പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കല്ലാതെ. പിന്നെ ഞാൻ ഈ കൂട്ടുകറിയൊക്കെ ഇവിടെ വെച്ചാൽ അധികം ആരും കൂട്ടില്ല. അതുകൊണ്ട് പിന്നെ കൂട്ടുകറി ഉണ്ടാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പരിപ്പ് വടയാണ് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ അത് ഉണ്ടാക്കിയതാട്ടോ. വെളിച്ചെണ്ണ കണ്ടില്ലേ ഇങ്ങനെ കട്ട പിടിച്ചിട്ട്, അത് ഇവിടെ പെട്ടെന്ന് ഇങ്ങനെയായി പോകുന്നു. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ഒരു ദിവസം പോലും ഇങ്ങനെ വെറുതെ വെക്കേണ്ട കാര്യമില്ല, അപ്പോഴേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ കട്ടയായി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ആ പരിപ്പ് വടേൻ്റെ നമ്മൾ മിക്സ് ചെയ്ത സംഭവങ്ങളൊക്കെ കൂടി കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആ പരിപ്പ് വടേൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ട് വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് ഇടുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാനേ ഏട്ടൻ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് സാധാരണ ഉണ്ടാക്കി വെക്കാറാട്ടോ പതിവ്. പക്ഷേ ഇന്ന് ആൾ നേരത്തെ വന്നു. അപ്പം ആൾ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ ഏട്ടൻ വരുന്നതിൻ്റെ മുന്നേ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ ചായ ഒക്കെ എടുത്ത് തരാനുണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്ന് വെച്ചിട്ടാണെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോഴേ അമ്മ മരിച്ചതാണ്. പിന്നെ എനിക്ക് അങ്ങനെ കിട്ടിയത് ജോലി കഴിഞ്ഞ് വരുമ്പം ചായ എടുത്ത് തന്നിട്ടുള്ളത് ഒന്ന് ഞാൻ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്താണ്. ആ സമയത്ത് അങ്ങനെ അപ്പോൾ ആൾ ചായയൊക്കെ ഉണ്ടാക്കി തരലുണ്ട്. അല്ലാതെ പിന്നെ ഒരു പ്രാവശ്യം ഏട്ടൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഏട്ടൻ്റെ ഒരു പെങ്ങളുണ്ട്, കലാന്നാ പേര്. ആളൊരു പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്തോ ഫംഗ്ഷനൊക്കെ ആയിട്ട് ഇപ്പോൾ 2 ദിവസം നിന്നതെന്തോ ആണ്. ആ സമയത്തും ഏച്ചി ഇങ്ങനെ കൊണ്ടുപോയി തന്നു ചായ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ഏച്ചിയോട് പറയുകയും ചെയ്തു, എനിക്ക് ഇങ്ങനെയൊന്നും ആരും ചായ ഒന്നും കൊണ്ടുപോയി തന്നിട്ടില്ല. നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കിട്ടാറില്ല, വാക്കുകളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാറേ ഇല്ലല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നീട് ഞാൻ അങ്ങനെ കുടിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആശ്ചര്യം, ആളുടെ വീട്ടിൽ ഞാൻ പോയി നിന്ന സമയത്ത് ആളിതുപോലെ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ചായയൊക്കെ കൊണ്ടുപോയി തരുന്നു. അപ്പം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് കൽപ്പണിക്കൊന്നുമല്ല പോണെങ്കിലും അതൊരു സന്തോഷമല്ലേ. നമുക്ക് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരാൾ ഒരു ഗ്ലാസ് ചായ എടുത്ത് തരാനുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അത് ഞാൻ എൻ്റെ മാം അങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു സമയത്തൊക്കെയാണ്. അങ്ങനെ ഞാൻ പരിപ്പ് വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഓരോന്ന് ഇട്ടിട്ട് ഉണ്ടാക്കുക ചെയ്തത്. എനിക്ക് ചെറിയ പാത്രങ്ങളൊന്നുമില്ല, ഇവിടേക്കൊക്കെ വലിയ പാത്രങ്ങളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയ ഒരു ചീഞ്ചട്ടിയിൽ ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ട്, ആ ചീഞ്ചട്ടി ഒന്ന് മാറ്റിക്കൂടെ, വേണമെങ്കിൽ ഇവിടെ നിന്നൊരു പാത്രം അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പാത്രം ഇല്ലാത്തതുകൊണ്ടല്ല, ചെറിയ പാത്രങ്ങൾ കുറവാണ്. വലിയ പാത്രങ്ങളിൽ ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ വലിയ പാത്രം എടുത്തപ്പോൾ കുറേ എണ്ണ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെ പിശുക്കത്തരം കാട്ടി കുറച്ച് എണ്ണ ഒഴിച്ചിങ്ങനെ മറിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. ആദ്യമൊക്കെ ഓരോരോ പരിപ്പോടെ ഇട്ട് പിന്നെ ഞാൻ 2-3 എണ്ണൊക്കെ അവസാനമായപ്പോഴത്തേക്കും മാറ്റി. അങ്ങനെ എൻ്റെ പരിപ്പോടെ റെഡി ആയിട്ടോ. ഇങ്ങനെയുണ്ട്, സൂപ്പറായില്ലേ? കട്ടൻ ചായയും പരിപ്പോടിയും, ആഹാ എന്തൊരു സുഖമല്ലേ! ഈ നല്ല തണുപ്പത്ത് നല്ല ചെറിയൊരു ചാറ്റൽ മഴയിലൊക്കെ ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര രസമല്ലേ. അതിന് വേണ്ടിയിട്ട് ഈ പാത്രം തട്ടുമ്പുറത്ത് നിന്ന് പിറക്കിയതാട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ച് അപ്പോൾ ഓക്കെ, കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.